ഹായ്, വെൽക്കം ബാക്ക്. അപ്പോൾ 8ാം ക്ലാസ്സിലെ മാത്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള തുല്യ ത്രികോണങ്ങൾ എന്ന ചാപ്റ്ററിന്റെ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിരുന്നു ഇല്ലേ? അപ്പൊ അതിന്റെ ബാക്കി നിങ്ങൾക്ക് ആവശ്യം ഉണ്ടാവും. അപ്പൊ അതിന്റെ ബാക്കി പാർട്ടായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആ ചാപ്റ്ററിൽ ഇതുവരെ നമ്മൾ എന്തൊക്കെയാ ഡിസ്കസ് ചെയ്തത്? എന്താണ് ത്രികോണങ്ങൾ എന്ന് വെച്ചാണ് നമ്മൾ ആ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തത്. ത്രികോണങ്ങൾ എന്ന് പറഞ്ഞാൽ 3 വശങ്ങളുള്ള ഒരു ജാമിതീയ രൂപത്തെയാണ് നമ്മൾ ത്രികോണങ്ങൾ എന്ന് പറയുന്നത് ഇല്ലേ? അപ്പൊ ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തുല്യ ത്രികോണങ്ങളെ കുറിച്ചിട്ടാണ്. തുല്യ ത്രികോണങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ത്രികോണത്തിന്റെ എല്ലാ വശങ്ങളും മറ്റൊരു ത്രികോണത്തിന്റെ എല്ലാ വശങ്ങൾക്കും തുല്യമാണെങ്കിൽ ആ 2 ത്രികോണങ്ങളെയാണ് നമ്മൾ തുല്യ ത്രികോണങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ തുല്യ ത്രികോണങ്ങളുടെ എന്താണ് പ്രത്യേകത? അതിന്റെ എല്ലാ വശങ്ങളും തുല്യമായിരിക്കും. അടുത്തതായിട്ട് നമ്മൾ നോക്കിയത് തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള കോണുകൾ തുല്യമാണെന്നാണ് നമ്മൾ പ്രൂവ് ചെയ്തത്. ഓക്കെ, അപ്പൊ തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള കോണുകൾ തുല്യമായതുകൊണ്ട് തുല്യ ത്രികോണങ്ങളില് എല്ലാ കോണുകളും തുല്യമായിരിക്കും. അപ്പോ എല്ലാ വശങ്ങളും തുല്യമായാൽ അത് തുല്യ ത്രികോണങ്ങളാണ്. അതുപോലെ തന്നെ എല്ലാ കോണുകളും തുല്യമായാലും അത് തുല്യ ത്രികോണങ്ങളാണ്. അപ്പൊ 3 വശങ്ങൾ തന്നാൽ എങ്ങനെ ത്രികോണം വരയ്ക്കുക നമ്മൾ ഡിസ്കസ് ചെയ്തു. 3 കോണുകൾ തന്നാൽ എങ്ങനെ ത്രികോണം വരയ്ക്കുക നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അടുത്ത ടോപ്പിക് എന്തായിരുന്നു? 2 വശങ്ങളും അവ ചേരുന്ന ഉൾക്കോണം തന്നാൽ എങ്ങനെ ത്രികോണം വരയ്ക്കുക നമ്മൾ പഠിച്ചു. ഓക്കെ, എന്നിട്ട് നമ്മളൊരു പൊതുവായിട്ടുള്ള തത്വത്തിലേക്ക് കടന്നു. 2 വശങ്ങളും അവ ചേരുന്ന ഉൾക്കോണും മറ്റൊരു ത്രികോണത്തിന്റെ 2 വശങ്ങൾക്കും അവ ചേരുന്ന ഉൾക്കോണിനും തുല്യമാണെങ്കിൽ ആ 2 ത്രികോണങ്ങളും തുല്യ ത്രികോണങ്ങളാണ് നമ്മൾ പഠിച്ചു. ഓക്കെ, ഇനി നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാണ്. ഒരു വശവും 2 കോണുകളും. അപ്പോ നമ്മുടെ കയ്യിൽ ഒരു വശത്തിന്റെ അളവ് ഉണ്ടാവും, 2 കോണുകളുടെ അളവ് ഉണ്ടാവും. അപ്പൊ ഒരു വശവും 2 കോണുകൾ യൂസ് ചെയ്തിട്ട് എങ്ങനെയാ ത്രികോണം വരയ്ക്കാം? ഒന്ന് നോക്കിയിട്ട് വരാം. ഒരു വശത്തിന്റെ നീളം 8 സെന്റിമീറ്റർ ആയിട്ടും ഒരു കോണളവ് 40 ഡിഗ്രിയും ഒരു കോണളവ് 60 ഡിഗ്രിയും ആയിട്ട് നമ്മളൊരു ത്രികോണം വരയ്ക്കാൻ പഠിച്ചു. ഓക്കെ, ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് തന്നിട്ടുള്ള 2 കോണളവുകള് നമുക്ക് തന്നിട്ടുള്ള 2 വശത്തിന്റെ 2 അറ്റത്തുമുള്ള കോണുകളായിരിക്കണം. ഓക്കെ, അപ്പൊ ഇങ്ങനെ തന്നാൽ നമുക്ക് ത്രികോണം വരയ്ക്കാൻ എങ്ങനെയാണെന്ന് അറിയാം. ഓക്കെ, ഇനി ഈ അളവുകൾ യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് പല ടൈപ്പിൽ ത്രികോണം വരച്ചൂടെ? അത് വശത്തിന്റെ നീളം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നമുക്ക് പല ടൈപ്പിലുള്ള ത്രികോണങ്ങൾ നിർമ്മിക്കാം. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുമ്പോൾ ഇപ്പൊ ഇതേപോലെ തന്നെ AB എന്നുള്ള വശം 8 സെന്റിമീറ്ററിൽ വരയ്ക്കാം. 8 സെന്റിമീറ്ററിൽ നമ്മൾ AB എന്നുള്ള വശം വരച്ചു. കോൺ A 40 ഡിഗ്രി അല്ലേ ഇവിടെ? ഇനി കോൺ A നമുക്ക് 60 ഡിഗ്രി ആയിട്ട് വരയ്ക്കാം. കോൺ A 60 ഡിഗ്രി ആയിട്ട് വരച്ചു. കോൺ B 40 ഡിഗ്രി ആയിട്ട് വരയ്ക്കാം. കോൺ B 40 ഡിഗ്രി ആയിട്ട് വരച്ചു. ഇതാണ് C. ഓക്കെ, ഈ 2 ത്രികോണങ്ങളും ഒരേപോലെയാണ് ഇരിക്കുന്നത്. ഇത് കണ്ടാൽ നിങ്ങൾക്ക് ഒരേപോലെ തോന്നുന്നു കേട്ടോ. കൃത്യമായിട്ട് അളവൊന്നും എടുക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അപ്പൊ നമ്മൾ സ്കെയിലും പ്രൊട്രാക്ടറും സെറ്റ് സ്ക്വയർ ഒക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് നല്ല അടിപൊളി ത്രികോണങ്ങൾ കിട്ടും. ഓക്കെ, അപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ഈ ഒരു ത്രികോണം വരച്ച് ഒരു പേപ്പറിൽ നമ്മൾ കട്ട് ചെയ്തു. അതേപോലെ തന്നെ ഈ അളവിലൊരു ത്രികോണം വരച്ച് പേപ്പറിൽ കട്ട് ചെയ്തു. ആ 2 പേപ്പർ കട്ടിങ്സും നമ്മൾ ഒരുമിച്ച് ചേർത്ത് വരയ്ക്കുമ്പോൾ അത് ചേർന്നിരിക്കുന്നുണ്ടോ എന്ന് നോക്കാം. അങ്ങനെയാണെങ്കിൽ അത് തുല്യ ത്രികോണങ്ങളാണ്. ഓക്കെ, ഈ 2 ത്രികോണങ്ങളും തുല്യ ത്രികോണങ്ങളാണോ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോ ഇവിടെ ഒരു ത്രികോണത്തില് 2 കോണുകളുടെ അളവ് നമുക്ക് തന്നിട്ടുണ്ട്. ഒരു കോണ് 40 ഡിഗ്രിയാണ്, ഒരു കോണ് 60 ഡിഗ്രിയാണ്. അപ്പൊ കോൺ C എത്രയായിരിക്കും നമുക്ക് കണ്ടുപിടിച്ചുകൂടെ? കാരണം നമുക്കറിയാം ഒരു ത്രികോണത്തിലെ എല്ലാ കോണുകളുടെയും ആകെ തുക എത്രയാണ്? 180 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എഴുതാം. ത്രികോണം ABC യില് കോൺ A
എന്താ, ഒരു ത്രികോണത്തിലെ എല്ലാ കോണുകളുടെയും ആകെ തുക 180 ഡിഗ്രിയാണ്. ഓക്കെ, ഇതിൽ കോൺ എ നമുക്കറിയാം 40 ഡിഗ്രിയാണ്, കോൺ ബി അറിയാം 60 ഡിഗ്രിയാണ്, കോൺ സി നമുക്ക് കണ്ടുപിടിക്കാം ഈക്വൽ ടു 180 ഡിഗ്രി. അപ്പൊ കോൺ സി എത്രയായിരിക്കും? 180 ഡിഗ്രി മൈനസ് 60 ഡിഗ്രി പ്ലസ് 40 ഡിഗ്രി. 180 ഡിഗ്രി മൈനസ് 100 ഡിഗ്രി. അപ്പോൾ എത്ര കിട്ടാ? 80 ഡിഗ്രി എന്ന് കിട്ടും. കോൺ സി നമുക്ക് എന്ത് കിട്ടി? 80 ഡിഗ്രി എന്ന് കിട്ടി. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ ഈ ത്രികോണത്തിലെയും കോൺ സി നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഓക്കെ, ഈ ത്രികോണത്തില് കോൺ എ എത്രയാണ്? 60 ഡിഗ്രി പ്ലസ് 40 ഡിഗ്രി പ്ലസ് കോൺ സി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. കോൺ സി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 60 പ്ലസ് 40 എത്രയാ? 100 ഡിഗ്രി ഈക്വൽ ടു 80 ഡിഗ്രി. അപ്പൊ കോൺ സി നമുക്ക് 80 ഡിഗ്രി എന്ന് കിട്ടി. ഈ രണ്ട് ത്രികോണങ്ങളിലും 3 കോണുകൾ ഇപ്പൊ തുല്യമായില്ലേ? ഈ രണ്ട് ത്രികോണങ്ങളിലും ഇപ്പോ കോണുകൾ തുല്യല്ലേ? ഒരു കോണ് 40 ഡിഗ്രി, ഒരു കോണ് 60 ഡിഗ്രി, ഒരു കോണ് 80 ഡിഗ്രി. ഇപ്പൊ 3 കോണുകൾ തുല്യമാണ് അല്ലേ? 3 കോണുകളും തുല്യമായതുകൊണ്ട് ഈ ത്രികോണത്തിന് നമുക്ക് എന്ത് പറയാം? തുല്യ ത്രികോണങ്ങളാണെന്ന് പറയാം. ഇനി ഒന്നും കൂടെ ചെക്ക് ചെയ്യുക. 80 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആണ് 8 സെന്റിമീറ്റർ, 80 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആണ് 8 സെന്റിമീറ്റർ. ഓക്കെ, അപ്പൊ ഈ രണ്ട് ത്രികോണങ്ങളും തുല്യ ത്രികോണങ്ങളാണെന്ന് നമുക്ക് പറയാം. നമ്മുടെ അടുത്ത നിയമം എഴുതാം. ഒരു ത്രികോണത്തിലെ ഒരു വശവും അവയുടെ രണ്ടറ്റത്തുള്ള രണ്ട് കോണുകളും മറ്റൊരു ത്രികോണത്തിന്റെ ഒരു വശത്തിനും അവയുടെ രണ്ടറ്റത്തുള്ള രണ്ട് കോണുകൾക്കും തുല്യമാണെങ്കിൽ ആ രണ്ട് ത്രികോണങ്ങളും തുല്യ ത്രികോണങ്ങളാണ്. ഓക്കെ, ഒന്നുകൂടെ പറയാം. ഒരു ത്രികോണത്തിന്റെ ഒരു വശവും അതിന്റെ രണ്ടറ്റത്തുള്ള കോണുകളും മറ്റൊരു ത്രികോണത്തിന്റെ ഒരു വശത്തിനും അതിന്റെ രണ്ടറ്റത്തുള്ള കോണുകൾക്കും തുല്യമാണെങ്കിൽ ആ രണ്ട് ത്രികോണങ്ങളും തുല്യ ത്രികോണങ്ങളാണ്. ഈ രണ്ട് ത്രികോണങ്ങളിൽ മൂന്നാമത്തെ കോണുകളും തുല്യമായിരിക്കും, തുല്യമായ കോണുകൾക്കെതിരെയുള്ള വശങ്ങളും തുല്യമായിരിക്കും. അപ്പൊ അതാണ് നമ്മുടെ അടുത്ത നിയമം. മൂന്നാമത്തെ കോണുകൾ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. നമ്മളിപ്പോ മുന്നേ ചെയ്ത സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പൊ ഇവിടെ കോൺ സി എത്രയായിരിക്കും? കോൺ സി എന്ന് പറയുന്നത് 80 ഡിഗ്രിയാണ്. നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ട്രയാങ്കിൾ പി ക്യു ആർ നോക്കാം. അപ്പൊ ഇതിൽ മൂന്നാമത്തെ കോൺ എത്രയായിരിക്കും? ഒരു കോണ് 40 ഡിഗ്രിയാണ്, ഒരു കോൺ 80 ഡിഗ്രിയാണ്, മൂന്നാമത്തെ കോണ് 60 ഡിഗ്രിയാണ് വരിക. ഓക്കെ, അപ്പോ ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു വശത്തിന്റെ അളവ് 8 സെന്റിമീറ്റർ ആണ്. പക്ഷെ മറ്റു രണ്ട് വശങ്ങൾ ഈക്വൽ ആണോ? ഓക്കെ, ഇവിടെ 80 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആണ് 8 സെന്റിമീറ്റർ കിടക്കുന്നത്, ഇവിടെ 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആണ് 8 സെന്റിമീറ്റർ കിടക്കുന്നത്. അപ്പൊ എന്തായാലും മറ്റു രണ്ട് വശങ്ങൾ ഈക്വൽ ആവില്ല. ഇവിടെയും നമുക്ക് ഒരു വശവും രണ്ട് കോണുകളും തന്നെയാണ് തന്നത്, പക്ഷെ ഇത് രണ്ടും തുല്യ ത്രികോണങ്ങളല്ല. കാരണം എന്താ? ഒരു വശത്തിന്റെ രണ്ടറ്റത്തുള്ള കോണുകൾ മറ്റൊരു ത്രികോണത്തിന്റെ ഒരു വശത്തുള്ള രണ്ടറ്റത്തുള്ള കോണുകൾക്കായിരിക്കണം തുല്യമാവേണ്ടത്. അപ്പോഴാണ് അവ തുല്യ ത്രികോണങ്ങൾ ആവുള്ളൂ. ഇവിടെ നോക്കിയാൽ നമുക്ക് തന്നത് 8 സെന്റിമീറ്റർ. 8 സെന്റിമീറ്ററിന്റെ രണ്ടറ്റത്ത് ഒന്ന് 40 ഡിഗ്രിയാണ്, ഒന്ന് 60 ഡിഗ്രിയാണ്. പക്ഷെ ഇവിടെയോ ഒന്ന് 40 ഡിഗ്രിയാണ്, ഒന്ന് 80 ഡിഗ്രിയാണ്. അപ്പൊ ഇത് രണ്ടും തുല്യ ത്രികോണങ്ങൾ ആവില്ല. ഓക്കെ, ഈ ഒരു നിയമം യൂസ് ചെയ്തിട്ട് നമുക്ക് സാമാന്തരികത്തിന്റെ കുറച്ച് കാര്യങ്ങൾ നോക്കാം. അപ്പൊ ഒരു സാമാന്തരികം ABCD വരയ്ക്കാണ്. ഇതൊരു സാമാന്തരികമാണ്, സാമാന്തരികം ABCD. ഇതില് AB എന്ന വശം BC എന്ന വശത്തിന് സമാന്തരമാണ്. അതുപോലെ തന്നെ AD എന്ന വശം BC എന്ന വശത്തിനും സമാന്തരമാണ്. AB സാമാന്തരികത നമ്മൾ ഇങ്ങനെയായിട്ട് റെപ്രസെന്റ് ചെയ്യുക. അതുപോലെ തന്നെ AD എന്ന വശം BC എന്ന വശത്തിനും സമാന്തരമാണ്.
ഓക്കെ, ഇനി ഈ ഒരു പിക്ചറിൽ നമ്മൾ എ സി എന്ന് പറഞ്ഞിട്ട് ഒരു വികരണം വരക്കണം. എ സി എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വികരണം വരക്കണം. ഇപ്പൊ നമുക്ക് രണ്ട് ത്രികോണങ്ങൾ കിട്ടിയില്ലേ? ഏതൊക്കെയാ? ത്രികോണം എ ഡി സി ഉണ്ട്, ത്രികോണം എ ബി സി ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ രണ്ട് ത്രികോണങ്ങളും തുല്യ ത്രികോണങ്ങളാണോ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മുടെ കയ്യിൽ രണ്ട് ത്രികോണങ്ങളാണുള്ളത്. ത്രികോണം എ ഡി സി ഉണ്ട്, ത്രികോണം എ ബി സി ഉണ്ട്. ഓക്കെ, അപ്പൊ എ സി എന്നത് രണ്ട് ത്രികോണത്തിനും പൊതുവായിട്ടുള്ള വശമാണ്. അപ്പൊ എ സി ഈസ് ഈക്വൽ ടു എ സി ആണ്, രണ്ടിനും പൊതുവായിട്ടുള്ള വശമാണ്. ഓക്കെ, ഇനി നമ്മൾ ഓൾറെഡി മുന്നേ 7th സ്റ്റാൻഡേർഡിലൊക്കെ പഠിച്ചിട്ടുണ്ട്. രണ്ട് സമാന്തര വരകളെ ഒരു വര ഖണ്ഡിക്കുമ്പോൾ ഉണ്ടാകുന്ന മറുകോണുകൾ തുല്യമായിരിക്കും. അപ്പോൾ എ ബി ഡി സി എന്നുള്ള രണ്ട് സമാന്തര വരകൾ നോക്കാം. ഇത് എ ബി എന്നുള്ള സമാന്തര വരയാണ്, ഇത് ഡി സി എന്നുള്ള സമാന്തര വരയാണ്. അതിനെ എ സി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വര ഖണ്ഡിക്കുമ്പോൾ ഉണ്ടാകുന്ന രണ്ട് മറുകോണുകളാണ്. കോൺ എ സി ബി ഈസ് ഈക്വൽ ടു കോൺ സി എ ഡി അല്ലേ? അപ്പൊ ഇവിടെ കോൺ എ സി ഡി ഈസ് ഈക്വൽ ടു കോൺ സി എ ഡി. ഈ രണ്ട് കോണുകൾ തുല്യമാണെന്ന് കിട്ടി. എ ഡി എന്ന ഒരു സാമാന്തരിക വരയുണ്ട്, അതേപോലെ ബി സി എന്ന് പറയുന്ന ഒരു സമാന്തര വരയുണ്ട്. ഇതിനെ എ സി എന്ന് പറയുന്ന വര ചേർന്നുണ്ടാകുന്ന മറുകോണുകളാണ് ഏതൊക്കെ? ഈ കോണും ഈ കോണും. അതായത് കോൺ ഡി എ സി ഈസ് ഈക്വൽ ടു കോൺ എ സി ബി. അതായത് ഈ കോണും തുല്യമാണെന്ന് കിട്ടി. അപ്പൊ ഇവിടെ നോക്കിയേ, ഈ ത്രികോണം എ ഡി സിയില് എ സി എന്ന വശവും അതിനറ്റത്തുള്ള രണ്ട് കോണുകളും ത്രികോണം എ ബി സിയില് എ സി എന്ന വശത്തിനും അതിനറ്റത്തുള്ള രണ്ട് കോണുകൾക്കും തുല്യമാണ്. ആയതുകൊണ്ട് എന്താ, ഈ രണ്ട് ത്രികോണങ്ങൾ തുല്യ ത്രികോണങ്ങളാണ്. അപ്പൊ ഇവിടെ ഇപ്പൊ നമ്മൾ എന്താ പ്രൂവ് ചെയ്തത്? ഒരു സമാന്തരികത്തെ വികരണം കൊണ്ട് വിഭജിക്കുമ്പോൾ ഉണ്ടാകുന്ന രണ്ട് ത്രികോണങ്ങൾ തുല്യ ത്രികോണങ്ങളാണ്. നമുക്കറിയാം, തുല്യ ത്രികോണങ്ങളില് തുല്യമായ കോണുകൾക്കെതിരെയുള്ള വശങ്ങളും തുല്യാണല്ലോ. അപ്പൊ എ സി ഡി, കോൺ എ സി ഡിക്ക് എതിരെയുള്ള വശം എ ഡി എന്നുള്ള വശമാണ്. അതുപോലെ തന്നെ കോൺ സി എ ബിക്ക് എതിരെയുള്ള വശം ഏതാ? കോൺ സി എ ബിക്ക് എതിരെയുള്ള വശം ബി സി ആണ്. ഇനി കോൺ ഡി എ സിക്ക് എതിരെയുള്ള വശം ഡി എ സിക്ക് എതിരെയുള്ള വശം സി ഡി ആണ്. കോൺ എ സി ബിക്ക് എതിരെയുള്ള വശവും എ ബി ആണ്. അപ്പൊ നമുക്ക് എന്താ കിട്ടിയത്? എ ബി ഈസ് ഈക്വൽ ടു സി ഡി. അതുപോലെ തന്നെ എ ഡി ഈസ് ഈക്വൽ ടു ബി സി. ഇതിൽ എന്താ കിട്ടിയത്? ഒരു സാമാന്തരികത്തിന്റെ എതിർവശങ്ങൾ തുല്യമാണ്. ഒരു സാമാന്തരികത്തിന്റെ സമാന്തരമായിട്ടുള്ള എതിർവശങ്ങൾ തുല്യാണ്. ഓക്കെ, അപ്പൊ ഇവിടെ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പ്രൂവ് ചെയ്തത്. ഒരു സാമാന്തരികത്തെ വികരണം കൊണ്ട് വിഭജിക്കുമ്പോൾ ഉണ്ടാകുന്ന രണ്ട് ത്രികോണങ്ങൾ തുല്യ ത്രികോണങ്ങളാണ്. ഓക്കെ, അപ്പൊ ഒരു സാമാന്തരികത്തിന്റെ എതിർവശങ്ങൾ തുല്യമാണെന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. നമ്മളിപ്പോ മുന്നേ പറഞ്ഞ എ ബി സി ഡി എന്നുള്ള സമാന്തരികം, അതിന്റെ എ സി എന്നുള്ള വികരണം കൂടാതെ നമ്മൾ ബി ഡി എന്ന് പറഞ്ഞിട്ടൊരു വികരണം കൂടെ വരയ്ക്കണം. ഇതിന് രണ്ടിന്റെ മധ്യബിന്ദുവിനെ നമുക്ക് പി എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ രണ്ട് വികരണങ്ങൾ കൂടിച്ചേരുന്ന ബിന്ദുവാണ് പി എന്ന് പറയുന്നത്. ഈ പി എന്ന് പറയുന്നത് ഈ വികരണങ്ങളുടെ ഒക്കെ മധ്യബിന്ദുവും കൂടെ ആയിരിക്കും. അതാണ് നമ്മുടെ അടുത്ത നിയമം. ഓക്കെ, അപ്പൊ ഒരു സമാന്തരികത്തെ രണ്ട് വികരണങ്ങൾ ഖണ്ഡിക്കുമ്പോൾ ആ വികരണങ്ങൾ കൂട്ടിമുട്ടുന്ന ബിന്ദു ഈ വികരണങ്ങളുടെ ഒക്കെ മധ്യബിന്ദു ആയിരിക്കും. ഓക്കെ, അത് പ്രൂവ് ചെയ്യണമെങ്കിൽ എളുപ്പമാണ്. ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ കോണും തുല്യമാണ്. അതുപോലെ തന്നെ ഈ കോണും തുല്യമാണെന്ന് കണ്ടിട്ടുണ്ട്. തുല്യമായ കോണുകൾക്കെതിരെയുള്ള വശങ്ങൾ തുല്യമാണല്ലോ. ഈ കോണിനെതിരെയുള്ള വശമാണ് ഡി പി എന്ന് പറയുന്നത് അല്ലേ? അതുപോലെ ഈ കോണിനെതിരെയുള്ള വശമാണ്
പി പി എന്ന് പറയുന്നത്. അപ്പോൾ ഈ വശവും തുല്യമാണ് എന്ന് പറഞ്ഞാൽ എന്താ, ഈ ഒരു വശത്തിന്റെ മധ്യബിന്ദുവാണ് പി. ടെക്സ്റ്റ് ബുക്കിനെ അതേപോലെ ഫോളോ ചെയ്തിട്ടാണ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ആൻസറുകൾ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഇത് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് ആൻസർ ഔട്ട് ഉണ്ടെങ്കിൽ അടിയിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കാം കേട്ടോ. അതിന്റെ ആൻസർ ആയിട്ട് ഞാൻ പിന്നെ ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പൊ അതുവരെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. നമുക്ക് ആ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം അതിന്റെ ആൻസറുകൾ എന്തൊക്കെയാണെന്ന്. ഓക്കെ, അതുവരേക്കും ടാറ്റാ.